നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിധി വന്ന ഉടൻ ചാടി ഇറങ്ങി പ്രതികരിച്ചത് ഭാഗ്യലക്ഷ്മിയാണ്. ഭാഗ്യലക്ഷ്മിക്ക് പിന്നാലെ ആരും തന്നെ പെട്ടെന്ന് അങ്ങനെ ഓടി വന്നില്ല. ഭാഗ്യലക്ഷ്മി കരഞ്ഞും വിളിച്ചും മറ്റ് അഭിഭാഷകരെയൊക്കെ ഇറക്കി കരഞ്ഞു മെഴുകാനുള്ള ശ്രമമൊക്കെ നടത്തി. എന്നാൽ അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് അതിജീവിത തന്റെ പ്രതികരണവുമായി വന്നത്. അതിജീവിത തന്റെ പ്രതികരണവുമായി വന്നെങ്കിലും അതിജീവിതയോടൊപ്പം ആദ്യം മുതൽ നിന്നിരുന്ന പലരെയും ഇപ്പോൾ കാണാൻ പോലുമില്ല. കേരളത്തിൽ ഈ വിധി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിധിയാണ്. വിധിയുടെ ഓരോ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്തു വരുമ്പോൾ പ്രോസിക്യൂഷൻ എത്രത്തോളമാണ് ഈ അതിജീവിതയെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചതെന്ന് ഒരുപക്ഷെ അതിജീവിതയ്ക്ക് മനസ്സിലായിട്ടുമുണ്ടാകും. ഇപ്പോഴായിരിക്കും അതിജീവിതയ്ക്ക് ഈ വിഷയങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുക. അതിജീവിതയോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞ രമ്യ നമ്പീശനെ വിധി വന്ന ശേഷം ഇന്നുവരെ കണ്ടിട്ടില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉയരുമ്പോൾ ലാലിലേക്കും രമ്യ നമ്പീശനിലേക്കും ഒക്കെ ഇത് നീളുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവർ മൗനം പാലിക്കുന്നതെന്നാണ്. എന്നാൽ ദിലീപ് ഈ കേസ് തീർന്ന് പുറത്തിറങ്ങുമ്പോൾ ദിലീപിനെ കുറ്റമുക്തനാക്കി എന്ന് മനസ്സിലായതോടെ ദിലീപ് നടത്തിയ പ്രതികരണം, ആ പ്രതികരണമാണ് മഞ്ജു വാര്യരെ അടക്കം പിന്നീട് പുറത്തേക്ക് വരാനുള്ള കാരണമായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മഞ്ജു വാര്യർക്ക് ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് മഞ്ജു വാര്യരാണ് ഈ വാദം പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ചില പോലീസുകാരും മറ്റുള്ളവരുമാണ് ഈ വിഷയങ്ങൾ ഉന്നയിച്ചതെന്നും ദിലീപ് പറഞ്ഞു വെക്കുകയും പിന്നീട് വന്ന ഹിന്ദുവിന്റെ അഭിമുഖത്തിൽ താൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് പറയുകയും ചെയ്തതോടെയാണ് അതിജീവിത സാധാരണഗതിയിൽ സമയമെടുക്കും നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് ട്രോമ ഉണ്ടാവും, അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അത് അപ്പോൾ തീർച്ചയായിട്ടും അവർ താമസിച്ച് പ്രതികരണം നടന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇതിനുശേഷം ആ സെക്കൻഡിൽ തന്നെ മഞ്ജു വാര്യർ പ്രതികരിച്ച സെക്കൻഡിൽ തന്നെ പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയയും ഒക്കെ പുറത്തു വന്നു. ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായതെന്നത് ശ്രദ്ധേയമാണ്. ഏതായാലും രമ്യ നമ്പീശൻ ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. രമ്യ നമ്പീശൻ മാത്രമല്ല, അവരുടെ ഭാഗമായിരുന്ന WCCയുടെ ഭാഗമായിരുന്ന കുറേയേറെ നടിമാരുണ്ട്. സയനോര അടക്കമുള്ള, പാട്ടുകാരി അടക്കമുള്ള, സയനോര അടക്കമുള്ളവർ. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവരുടെ ആരുടെയും പ്രതികരണങ്ങൾ ലഭ്യമായിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ്. ദിലീപ് കുറ്റവിമുക്തനായി എന്ന് മനസ്സിലായതോടുകൂടി ഭാഗ്യലക്ഷ്മി ആടാപടലം വലിയ പ്രശ്നവുമായി മുന്നോട്ട് വന്നു. സത്യത്തിൽ ഭാഗ്യലക്ഷ്മിക്ക് വിഷമം ഉണ്ടായിക്കാണും. ഇനി സിനിമയിൽ കൂടുതൽ ശക്തനാവുക ദിലീപ് എന്ന ഒരു ചിന്ത ഭാഗ്യലക്ഷ്മിക്ക് ഉണ്ടായിക്കാണും. അതുകൊണ്ടായിരിക്കാം പൊതുജന വികാരം ഇളക്കി നിർത്താനുള്ളൊരു ശ്രമം, അതാണ് പൊതുജനങ്ങളെ കൂടി ഇതിലേക്ക് ഇറക്കാനുള്ളൊരു ശ്രമമാണ് ഭാഗ്യലക്ഷ്മി നടത്തിയത്. അത് കോടതി വിരുദ്ധ പരാമർശം പോലും, കോടതി പണത്തിന് അടിമപ്പെട്ടു എന്ന തരത്തിലുള്ള പരാമർശം പോലും ഭാഗ്യലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഏതായാലും കോടതി വിരുദ്ധ പരാമർശത്തിനൊന്നും കേസെടുത്തില്ലെങ്കിലും അതിജീവിത ഈ കേസുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ പരാമർശങ്ങൾ നടത്തിയ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു മാർട്ടിന്റെ. ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ആ വീഡിയോ ഷെയർ ചെയ്തവരെയും അതിന് കമന്റ് ഇട്ടവരെ വരെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദിലീപിന് വേണ്ടി, ദിലീപ് ഒരു കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു നടനായിരുന്നു. ദിലീപ് ജനപ്രിയ നായകൻ എന്ന രീതിയിൽ വളരെ സക്സസ്ഫുൾ ആയ ഒരു നടൻ, അതുപോലെ തന്നെ നിർമ്മാതാവ്, അങ്ങനെ വിവിധ മേഖലകളിൽ സിനിമാ തിയേറ്ററുകളും അങ്ങനെ നിരവധി കാര്യങ്ങളിൽ സിനിമയുടെ വിവിധ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്ന ഒരാളാണ്. സ്വാഭാവികമായും ദിലീപിന് ആരാധകരുണ്ടാവും. ദിലീപിന്റെ ആരാധകർ ദിലീപിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ PR ആക്ടിവിറ്റി നടത്തുന്നതാണെന്നും അതിജീവിതയ്ക്ക് വേണ്ടി നിൽക്കുന്നവരെല്ലാം ജനുവിനായ ആൾക്കാരാണെന്നും ഒക്കെ പറഞ്ഞു വെക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി. സത്യത്തിൽ ഒരു കോടതി ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന കോടതിയാണ്. ഞാൻ കോടതിയെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരിക്കലും ഭരണഘടനയ്ക്കും കോടതിക്കും എതിരെ പറയാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. കോടതിയിൽ നിന്നൊരു പരാമർശം ഉണ്ടായെങ്കിൽ തീർച്ചയായും ഞാൻ ദിലീപിനെ തള്ളിപ്പറഞ്ഞതിനും ഈ കേസിന്റെ ആദ്യം മുതൽ തന്നെ ആദ്യത്തെ ദിവസം മുതൽ, അതായത് ഈ സംഭവം ഉണ്ടായി അതിനുശേഷം പൾസർ സുനി കോടതിയിലേക്ക് കീഴടങ്ങാൻ വരുമ്പോൾ, ഒരു സാധാരണഗതിയിൽ ഇന്ന് വരെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പ്രതി കീഴടങ്ങാൻ വരുമ്പോൾ കോടതിയിലേക്ക് അന്വേഷണ സംഘം എത്തി പിടിച്ചുകൊണ്ട് പോകുക എന്നുള്ളത്. അതിന്റെ ഒരു ആവശ്യമില്ല. കോടതിയിൽ ഈ പൾസർ സുനി കീഴടങ്ങിയാൽ അവിടെ കസ്റ്റഡിക്ക് അപേക്ഷ കൊടുത്ത് വാങ്ങുകയാണ് സാധാരണ പതിവ്. അത് നമുക്കറിയാം. അവിടുത്തെ ഹൈക്കോടതിയിലെ അഭിഭാഷകർ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായി തന്നെ ആദ്യം മുതൽ തന്നെ എന്തോ മറയ്ക്കാനും ഒളിക്കാനും കേരളത്തിലെ പോലീസിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കഥ മനയാനുണ്ടായിരുന്നു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെയൊക്കെ പരിണത ഫലമാണ് ഇപ്പോൾ കാണുന്ന ഈ വിഷയങ്ങളുടെ കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ദിലീപിന്റെ സിനിമ കൂടി പുറത്തേക്ക് വന്നിരിക്കുന്നു. ഭാഗ്യലക്ഷ്മിയും കൂട്ടരും വിചാരിച്ചത്ര ഒരു പിന്തുണ സിനിമാ രംഗത്ത് നിന്ന് കിട്ടിയില്ല. അത് സ്ത്രീകളുടെ ഇടയിൽ നിന്നായെങ്കിലും അല്ലെങ്കിൽ സിനിമാക്കാരുടെ ഇടയിൽ നിന്ന് ആണെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ദിലീപിനെ തള്ളിപ്പറഞ്ഞ പലരുമുണ്ട്. ഭാമയുടെയൊക്കെ പേര് പറയുന്നു, മൊഴി മാറ്റിയ അല്ലെങ്കിൽ കൂറുമാറിയ സാക്ഷികളെ പറ്റി പറയുന്നു. സാധാരണഗതിയിൽ കൂറുമാറുക എന്ന് പറഞ്ഞാൽ ഒരു മൊഴി പോലീസ് എഴുതിയെടുക്കുന്നു, ചോദിക്കുന്നു, എഴുതിയെടുക്കുന്നു. അതിൽ നമ്മളെ കൊണ്ട് ഒപ്പുവെപ്പിക്കുക പോലുമില്ല. അതല്ല പറഞ്ഞത് എന്ന് ബോധ്യം വന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ കോടതിയിൽ മാറ്റി പറയും. ഇപ്പം എന്തായാലും നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാവ്യാമാധവന്റെ അമ്മ, കാവ്യാമാധവന്റെ സഹോദരൻ, സഹോദരി എന്ന ഇവർ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒരിക്കലും ഇവർക്കെതിരെ
ദിലീപിനെതിരെ മൊഴി പറയില്ല, നമുക്കറിയാമല്ലോ. ഒരു കാരണവശാലും പറയില്ല. ഒരിക്കലും കാവ്യ മാധവൻ ദിലീപിനെതിരെ മൊഴി പറയുന്നത് നമ്മൾ വിശ്വസിക്കാൻ പറ്റുമോ? ആ മൊഴി മാറ്റി പറഞ്ഞു കൂറുമാറി എന്ന് പറയുമ്പോൾ എന്താ കാവ്യ മാധവൻ ദിലീപിനെ കുറിച്ച് എന്താ മോശം പറഞ്ഞു? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന പോലീസിന്റെ വലിയ തരത്തിലുള്ള ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ജാമ്യം കിട്ടാതിരിക്കാനും കേസിൽ എങ്ങനെയെങ്കിലും ഡ്രാഗ് ചെയ്ത് നിർത്താനും ഇയാളെ ജയിലിലിടാനും ഒക്കെ നടത്തിയ തന്ത്രങ്ങളുടെ ഭാഗമാകാം ഇത്തരത്തിലുള്ള മൊഴി രേഖപ്പെടുത്തിയൊക്കെ. അതൊക്കെ കോടതി വരുമ്പോൾ മാറുമെന്നേ. കോടതി വരുമ്പോൾ അവർ മാറ്റി പറയും. ഇപ്പം നാദിർഷ കൂറുമാറി എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും നാദിർഷ ദിലീപിനെ വിട്ട് ഒരു തീരുമാനമെടുക്കുമെന്ന് നമുക്ക് അറിയാത്ത കാര്യമല്ല. പിന്നെ പോലീസിന് എങ്ങനെയാണ് നാദിർഷ പറഞ്ഞു എന്ന് പറഞ്ഞ് മൊഴി കിട്ടുന്നത്? ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന അന്വേഷണ സംഘത്തിന്റെ ഇടപെടൽ ഈ കാര്യത്തിൽ വ്യക്തമായി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഏറ്റവും കൃത്യവും വ്യക്തവുമായി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കൂടി വരുമ്പോൾ ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ കാണിച്ച ഈ ഗിമ്മിക്കുകളൊന്നും കേരളത്തിലെ പൊതുസമൂഹം കയ്യിലേറ്റിയില്ല എന്നുള്ളത് തന്നെയാണ്. കുറച്ച് സ്ത്രീപക്ഷവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില സെലക്റ്റീവ് സ്ത്രീപക്ഷവാദികൾ ഉണ്ട്. അവരൊക്കെയാണ് ഈ മാനവീയ വീഥിയിലും അതുപോലെ നമ്മുടെ IFFK നടക്കുന്ന വേദിയിലുമൊക്കെ ചെറിയ ചെറിയ ഒരു സമ്മേളനമൊക്കെ നടത്തി അങ്ങ് പിരിഞ്ഞു പോയി എന്നതൊഴിച്ചാൽ കാര്യമായ ചലനം ഉണ്ടാക്കാൻ, സിനിമാ ഇൻഡസ്ട്രിയിൽ കാര്യമായ ചലനം ഉണ്ടാക്കാൻ ഭാഗ്യലക്ഷ്മിക്ക് കഴിഞ്ഞില്ല. മഞ്ജു വാര്യരെ ഇറക്കിയിട്ടോ പൃഥ്വിരാജിനെ ഇറക്കിയിട്ടോ സുപ്രിയെ ഇറക്കിയിട്ടോ പോലും അതിന് സാധിച്ചില്ല. മറ്റുള്ളവരൊക്കെ ഇപ്പോഴും നിശബ്ദമായി തുടരുകയാണ്. ഇപ്പോൾ ഏതാണ്ട് അതിജീവതയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അവർ കേസിനൊക്കെ പോകും. കാരണം തീർച്ചയായും അന്വേഷണ സംഘത്തിന് കേസിന് പോകണം, മുഖം രക്ഷിക്കാൻ, അതല്ലാതെ മാർഗമില്ല. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോയേ പറ്റൂ. അപ്പോൾ അവർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോകുന്നു. ഏതായാലും ദിലീപിന്റെ പാസ്പോർട്ട് ഇപ്പോൾ വിട്ടുകിട്ടാനുള്ള ദിലീപ് പാസ്പോർട്ട് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ദിലീപിന്റെ പാസ്പോർട്ട് വിട്ടു നൽകിയിരിക്കുന്നു. അത് പിടിച്ചു വെക്കാൻ കോടതിക്ക് ഇനി കഴിയില്ല. അടുത്ത കേസ് വരുമ്പോഴല്ലേ. അപ്പോൾ ഏതായാലും ഇനി ഇതിന്റെ അപ്പീലാണ്. അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് അവിടെ സൂക്ഷിച്ചു വെക്കണമെന്നൊന്നും പ്രോസിക്യൂഷൻ പറയാൻ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് വിട്ടു കിട്ടിയിരിക്കുന്നു. ദിലീപിന് ഇനി ഈ സിനിമയും വിജയത്തിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിന്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദിലീപ് വീണ്ടും ശക്തനായി തന്നെ സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യർ അടക്കമുള്ളവർ എന്താകും അവരുടെ അവസ്ഥ എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ദിലീപ് ശക്തനാകുന്നതോടെ മഞ്ജു വാര്യർ അടക്കമുള്ളവർ വീട്ടിലിരിക്കേണ്ടി വരുമെന്ന പേടി മഞ്ജു വാര്യർക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം മഞ്ജു വാര്യരുടെ സിനിമ നഷ്ടപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും മഞ്ജു വാര്യർക്ക് അടക്കമുള്ളവർക്ക് ഇനി വരാൻ പോകുന്നത്, ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് മനഃപൂർവ്വം ചെയ്യണമെന്നില്ല, പക്ഷേ സിനിമയിൽ ശക്തനായി വരുമ്പോൾ അതിൽ പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങുമ്പോൾ ഏത് തരത്തിലായിരിക്കും സിനിമയെ അത് കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദിലീപ് പോയതോടുകൂടി, ദിലീപ് സിനിമാ രംഗത്തു നിന്നും മാറിയതോടുകൂടി മട്ടാഞ്ചേരി മാഫിയയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചില സിനിമാക്കാരും അത്തരത്തിൽ കഞ്ചാവിനെയും ഒക്കെ പ്രകീർത്തിക്കുന്ന സിനിമാക്കാരും ഒക്കെ ഉണ്ടായി. ഒരു കാലഘട്ടം, ഒരു 8 കൊല്ലം അങ്ങനെ തന്നെ സിനിമയുടെ തന്നെ ഗതി മാറ്റി മറിച്ച് വേടനെ പോലുള്ള പാട്ടുകാരുണ്ടായി. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ മാറി മറിഞ്ഞുകൊണ്ട് വീണ്ടും സിനിമയിലേക്ക് ശക്തനായി തന്നെ ദിലീപ് തിരിച്ചു വരും എന്നാണ് തോന്നുന്നത്. ഏതായാലും ഭാഗ്യലക്ഷ്മിക്ക് ഇപ്പോൾ മിണ്ടാട്ടമില്ല. അപ്പോൾ ഭാഗ്യലക്ഷ്മിയെ പലരും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഗ്യലക്ഷ്മിക്ക് ഇപ്പോൾ അനക്കമൊന്നും ഇല്ലാതിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഫെഫ്ക അവരുടെ രാജി അംഗീകരിച്ചതോടുകൂടി തന്നെ ഭാഗ്യലക്ഷ്മിക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി, സിനിമാ രംഗത്ത് നിന്നും പുറത്താവുകയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഭാഗ്യലക്ഷ്മി മിണ്ടാതിരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലൊന്നും പ്രതികരണം നടത്താത്തത് അതുകൊണ്ടാണ് എന്നാണ് തോന്നുന്നത്.